വെൽക്കം ബാക്ക് ടു ഓൺറോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാഹിദ് റിസ. ഇന്ന് വീണ്ടും LC200 ആണ് നമ്മളെ കൂടെയുള്ളത്. 2013 മോഡൽ LC200 ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരുപാട് LC200 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. LC300ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ LC200 2020ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കസ്റ്റമർ വന്നിട്ട് LC200ലേക്ക് വീണ്ടും 2020 കിറ്റിലേക്കാണ് കൺവേർഷൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു വെഹിക്കിൾ വരാൻ പോകുന്നത് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഈ ഒരു ഹുഡ്, ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഏരിയ ചേഞ്ച് ആവുന്നുണ്ട്. ഫെൻഡേഴ്സ് ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ് മാറുന്നുണ്ട്. അതുപോലെ ഗ്രില്ല്, ബമ്പർ, ഒരു സ്കേർട്ടിങ് കൂടി കൊടുക്കുന്നുണ്ട്. നോർമലി കിറ്റ് കൺവേർഷൻസിൽ നമ്മൾ മോഡലിസ്റ്റ സ്കേർട്ടിങ്, അതുപോലെ തന്നെ ഒരുപാട് സ്കേർട്ടിങ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് വണ്ടിയുടെ ലുക്ക് ഒന്നുകൂടി മാറുക. അപ്പോൾ ബമ്പർ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മോഡലിസ്റ്റ സ്കേർട്ട് വരുന്നുണ്ട്. അത്രയും ചേഞ്ചസ് ആണ് ഈ ഒരു ഫ്രണ്ട് പോർഷൻസിലേക്ക് വരുമ്പോൾ ഉണ്ടാവുക. ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഓൾറെഡി 18 ഇഞ്ച് വീല് 20 ഇഞ്ചായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൊരു വെഹിക്കിളാണ്. സോ ആ ഒരു അലോയ് വീൽസ് നമ്മൾ ചേഞ്ച് ആക്കുന്നില്ല. റിയറിലേക്ക് വരുമ്പോൾ ടെയിൽ ലാംപ്സ് ചേഞ്ച് ആവും. അതുപോലെ തന്നെ റിയർ ബമ്പർ ചേഞ്ച് ആവുന്നുണ്ട്. ഈ ഒരു സ്കേർട്ടിങ്സിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ബാക്കിലും ബാക്ക് ബമ്പർ സ്കേർട്ടിങ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ചേഞ്ചസ് ആണ് കാര്യമായിട്ടുള്ളത്. പിന്നെ ലാൻഡ് ക്രൂസറിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വരും, ആ ഗാർണിഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ കിറ്റ് കൺവേർഷനോടൊപ്പം നമ്മൾ ഫുൾ ബോഡി പെയിൻറ്റിങ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എങ്ങനെയാണ് 2020ലേക്ക് ലാൻഡ് ക്രൂസർ വന്നിട്ടുള്ളത് ആ ഒരു രീതിയിൽ മാറിയിട്ടായിരിക്കും ഈ ഒരു വെഹിക്കിൾ വരാം. നമ്മൾ ഏറ്റവും കൂടുതൽ ലാൻഡ് ക്രൂസർ, പ്രാഡോ, അതുപോലെ തന്നെ ടൊയോട്ടൻ്റെ ഒരുപാട് വെഹിക്കിൾ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും കൂടുതൽ ടൊയോട്ടയുടെ വെഹിക്കിൾ, ഇപ്പോൾ ലാൻഡ് ക്രൂസർ ആണെങ്കിലും പ്രാഡോ ആണെങ്കിലും, ഇപ്പോൾ ഈവൻ എത്തിയോസ് ലിവ മുതൽ ഇന്നോവ, അതുപോലെ തന്നെ ഫോർച്യൂണർ കംപ്ലീറ്റ് ആയിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എൻജിൻ റിലയബിലിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ ഏതൊരു കൺട്രിയിൽ നോക്കുകയാണെങ്കിലും ടൊയോട്ടയുടെ ഒരു ഫാൻ ബേസ് സെപ്പറേറ്റ് തന്നെയാണ്, പ്രത്യേകിച്ച് LC ലാൻഡ് ക്രൂസേഴ്സിന്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ആഫ്റ്റർ ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. കൺവേർട്ട് ചെയ്യുന്ന രൂപം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരുപാട് പേര് ഫേസ് ലിഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ വണ്ടി സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യാൻ, ക്ലാസിക്കായിട്ട് കീപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. സോ ഇതിൻ്റെ ആഫ്റ്റർ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം.
സോ ഇതാണ് നമ്മുടെ LC200 കംപ്ലീറ്റ് ആയിട്ട് 2020 ഫേസ് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി റിവേഴ്സ് ഫേസ് ലിഫ്റ്റ് ചെയ്ത ഒരു ലാൻഡ് ക്രൂസറിൻ്റെ കിറ്റാണ് ഈ ഒരു വെഹിക്കിളിന് നമ്മൾ ഇട്ടിട്ടുള്ളത്. കസ്റ്റമർ ഒരു യൂസ്ഡ് കിറ്റ് അവൈലബിൾ ആണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഒരുപാട് 300 കൺവേർഷൻസ് റിവേഴ്സ് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. സോ നമ്മുടെ കയ്യിൽ ഒരു യൂസ്ഡ് കിറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു വെഹിക്കിളിന്, അതാണ് കസ്റ്റമർ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ബോണറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫെൻഡേഴ്സ് മാറിയിട്ടുണ്ട്, ഹെഡ് ലാംപ്സ് ചേഞ്ച് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രില്ല് മാറിയിട്ടുണ്ട്, ബമ്പർ, ഫോഗ് ലാമ്പ് കവർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. സോ മാത്രമല്ല ഈ ഒരു സ്കേർട്ടിംഗ്സ് കൂടിയും അഡീഷണൽ വന്നിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പറിലും ബാക്ക് ബമ്പറിലും നമ്മുടെ അഡീഷണൽ ഒരു സ്കേർട്ടിംഗ് കൂടി വന്നിട്ടുണ്ട്. സോ റിയറിലേക്ക് വരുമ്പോൾ ചേഞ്ചസ് നമുക്ക് കാണാം. ടെയിൽ ലാമ്പ് ചേഞ്ച് ആയിട്ടുണ്ട്, ലാൻഡ് ക്രൂസറിൻ്റെ ഒരു ഗാർണിഷ്, ലാൻഡ് ക്രൂസറിൻ്റെ ബാഡ്ജിങ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിക്കിൻ്റെ അപ്പർ പോർഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബമ്പർ, റിയർ ബമ്പർ ആ ഒരു സ്കേർട്ടിംഗ് കൂടി അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ലാൻഡ് ക്രൂസറിന് നമ്മളെ 20th ഫേസ് ലിഫ്റ്റ് ആണ് ലാൻഡ് ക്രൂസറിൻ്റെ. ഒരുപാട് ലാൻഡ് ക്രൂസേഴ്സ് വരാണ്ട്. ഇപ്പോഴും നമുക്ക് 4 എണ്ണം ഓൺ പ്രൊജക്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. LC300 നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, LC200 കൺവേർഷൻസ് 2 എണ്ണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രാഡോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ എപ്പിസോഡിൽ ഒരുപാട് ഫേസ് ലിഫ്റ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റു കാറുകളുടെ വിശേഷങ്ങളും വരുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ദിസ് ഈസ് ഷാഹിദ് റിസ സൈനിങ് ഓഫ്.